ഇനി ഇന്ത്യയുടെ അടുത്ത മാച്ച് അത് പാകിസ്ഥാനുമായിട്ടാണ്. ഈ സൺഡേ ആണ് കളി നടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഇതുപോലത്തെ ICC ട്രോഫിയിൽ മാത്രമേ ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടാറുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ അയർലൻഡുമായിട്ട് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി പാകിസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ പാകിസ്ഥാൻ ആദ്യ കളി തോറ്റിട്ടാണ് വരുന്നത്. ഇന്നലെ അമേരിക്കൻ ടീമിനെതിരെ സൂപ്പർ ഓവറിൽ പാകിസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. അതവർക്ക് വലിയ ക്ഷീണമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. ഇതേ സമയം ഇന്ത്യൻ ടീമിനെ പരിഗണിച്ചാൽ ഇന്ത്യ ആദ്യ കളി തന്നെ ജയിച്ചിട്ടാണ് വരുന്നത്. ആദ്യ കളി അയർലൻഡുമായിട്ട് മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒരു എതിരാളി ആയിരിക്കില്ല. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. കഴിഞ്ഞ രണ്ട് മാച്ചിലും ശിവൻ ദൂബെ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള മാച്ചിൽ ശിവൻ ദൂബെ കളിച്ചേക്കില്ല. പകരം ഫിനിഷറായിട്ട് സഞ്ജു ആയിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ സഞ്ജുവിന് സ്ഥാനം കിട്ടില്ല. രോഹിത്തും കോഹ്ലി തന്നെയായിരിക്കും ഓപ്പണിങ്ങിൽ കളിക്കാൻ പോകുന്നത്. 1 ഡൗണിൽ ഋഷഭ് പന്ത് കളിക്കും. 4 നമ്പറിൽ സൂര്യയും. ശിവൻ ദൂബെയുടെ സ്ഥാനമാണ് സഞ്ജുവിന് കിട്ടാൻ പോകുന്നത്. സഞ്ജുവിന് ഇഷ്ടപ്പെട്ട പൊസിഷനാണത്. സഞ്ജു ഫിനിഷറായാൽ അടിച്ചു കളിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ സഞ്ജുവിന് ബാറ്റിംഗ് കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. പാകിസ്ഥാൻ മാച്ചിലും ജയ്സ്വാളിന് അവസരം കിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത്, കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യ, സഞ്ജു, ഹാർദിക് പാണ്ഡ്യ, ജഡേജ, അക്സർ, ബുംറ, ഹർഷദീപ് സിംഗ്, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. പാകിസ്ഥാൻ അമേരിക്കൻ ടീമിനെതിരെ തോറ്റത് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കെതിരെ വരുമ്പോൾ അവർക്ക് പ്രത്യേക ഊർജ്ജമാണ്. ഇന്ത്യൻ ടീമിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അതിനുവേണ്ടി പാകിസ്ഥാൻ എന്തും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടിയേക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.